ഉമ്മ പറയുന്നു, മോനെ അവൾക്ക് വിശേഷമുണ്ടടാ, നിന്റെ ഭാര്യ ഗർഭിണിയാ. ഈ ഒരു മറുപടി നമ്മൾ എത്രയോ പേര് കേട്ടവരാ. ഈ ഒരു മറുപടി നമ്മൾ എത്ര പേരോ കേട്ടവരാ. അള്ളാന്റെ റസൂല് പറയുന്നു, ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോ എന്ത് ചെയ്യണമെന്നറിയുവോ? എന്ത് ചെയ്യണമെന്നറിയുവോ? ഭർത്താവിനോട് ഭാര്യ പറയുന്നു, ഞാൻ ഗർഭിണിയാണെന്ന്. ആ സമയത്ത് എന്തേ ചെയ്യേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ കാലഘട്ടത്തിൽ കല്യാണം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞ ഓൻ ആദ്യം ചെയ്യുന്നത് ഇതിങ്ങോട്ട് എടുക്കും, മൊബൈൽ എടുത്തിട്ട് വാട്സപ്പ് എടുത്തിട്ട് അളിയ വൈകിട്ട് കാണണം, ചെലവുണ്ട്, ലോട്ടറി അടിച്ചു. അവസ്ഥ മൊബൈൽ എടുത്തിട്ട് അറിയുന്നവർക്ക് എല്ലാവർക്കും താൻ്റെ ഭാര്യ ഗർഭിണിയായി, ഞാൻ വാപ്പയാകാൻ പോകുന്ന വിശേഷം, സന്തോഷം. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യ ഗർഭിണിയാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹദിയായ ഹന്നത്തു ബീബി റളിയല്ലാഹു തആല അൻഹാ റബ്ബിനോട് ദുആ ചെയ്തു നല്ല ഒരു സന്താനത്തിനെ കിട്ടാ. അവസാനം ഗർഭിണിയായി. അതാ ഗർഭിണിയായെന്ന് മനസ്സിലാകുമ്പോ ഹന്നത്തു ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ വയറ്റിൽ കൈവച്ചിട്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ ഹന്നത്തു ബീബി അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഞാൻ പള്ളിക്ക് നേർച്ച ചെയ്തിരിക്കുന്നു റബ്ബേ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ? ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയമെന്നാ. അല്ലാഹു പറഞ്ഞു, മറിയമിനെ കണ്ടുപഠിക്കണം. എന്റെ പ്രിയപ്പെട്ട ലോകത്തുള്ള സർവ്വ മുസ്ലിമീ പെണ്ണുങ്ങളോട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങളെ നീ റോൾ മോഡാക്കണം. സീരിയൽ നടിമാരെയല്ല, സിനിമാ നായികമാരെയല്ല, നീ ജീവിതത്തിൽ കണ്ടുപഠിക്കേണ്ടത് രണ്ട് പെണ്ണുങ്ങളെയാ. രണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ നീ കണ്ടുപഠിക്കണം. രണ്ട് പെണ്ണുങ്ങളെ പോലെ നീ ആകാൻ പാടില്ല. ഒന്നാമത്തെ പെണ്ണ് മഹദി ആസിയ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി മരിക്കുന്ന സമയത്ത് ബൈത്തും ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം തരണേ അല്ലോ എന്ന് ചോദിച്ചിട്ട് പോയ ആസിയ, നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂല് വിവാഹം കഴിക്കുന്ന ആസിയ. രണ്ട് മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ, ഈസാ നബിയുടെ പറ്റുമ്മ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ ദുആ ചെയ്തിട്ട് വാങ്ങിയ മോള്. അല്ലാഹുവേ, ഉമ്മ ദുആ ചെയ്തിട്ട് നേടിയെടുത്ത പൊന്നുമോളാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ നീ പറയേണ്ടതെന്തെന്നറിയുമോ? വലമ്മാ അസ്കർത ദഅവല്ലാഹ റബ്ബഹുമാ ലഇൻ അതൈതനാ സ്വാലിഹാ വനകൂന മിനസ്സാകിരീൻ. ഭാര്യയുടെ വയറ്റില് കൈവച്ചിട്ട്, ഭർത്താവ് ഗൾഫിലാണെങ്കിൽ പെണ്ണ് നീ നിന്റെ വയറ്റില് കൈവച്ചിട്ട് അല്ലാഹുവോട് പറയണമല്ലാ, ഇതിനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നതാക്കി തരണേ അല്ലാ, ഇതിനെ സാലിഹാക്കണേ അല്ലാ, ഇതിനെ സാലിഹാക്കണേ അല്ലാ, ഇതിനെ ഹാഫിളാക്കണേ അല്ലാ, ഇതിനെ ആലിമാക്കണേ അല്ലാ, ഇതിനെ ആബിദാക്കണേ അല്ലാ എന്നിട്ട് പറയണം, വനകൂന മിനസ്സാകിരീൻ, ഇതിനെ സ്വാലിഹാക്കി തന്ന ഞാൻ നിന്നോട് നന്ദിയുള്ള അടിമയാകുമല്ലോ. അതുകൊണ്ട് ഭാര്യ ഗർഭിണിയാകുമ്പോ യദൂലഹു ഔലാദൻ സാലിഹാ എന്ന് ദുആ ചെയ്യണേ എന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്ന് കാര്യമായി. നാലാമത്തെ കാര്യം, എന്തായാലും ഗർഭിണിയായില്ലേ, ഒരല്പം കൂടെ നിർത്തിയിട്ട് പ്രസവം വരെ പറഞ്ഞിട്ട് നിർത്താം. ബാക്കി ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും പറയാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ കാര്യം ഇത് കൂടെ പറഞ്ഞു നിർത്താം. പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ടത്, ഡോക്ടർ പറഞ്ഞു ഭാര്യ ഗർഭിണിയ, പിന്നെ ഡോക്ടർ പറയും റെസ്റ്റ് എടുക്കണം. പിന്നെ ഭർത്താവ് താഴെയും വെക്കൂല തലയിലും വെക്കൂല, അങ്ങനത്തെ അവസ്ഥയാ. ഭാര്യയോട് പറയും ഇനി തിന്നാനും കുളിക്കാനും ബാത്റൂമിൽ പോകാനും മാത്രം എഴുന്നേറ്റാൽ മതി, ബാക്കി സമയം മുഴുവനും ഒരു കിടപ്പ് തന്നെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് എപ്പം മുതലെന്നറിയുമോ? നീ ഗർഭിണിയായിരിക്കുന്ന സമയം മുതൽ. എന്റെ പ്രിയമുള്ള സഹോദര ബക്കറ്റ് എടുക്കാൻ പറയും. ഇത്രയും കൂടെ 5 മിനിറ്റും കൂടെ ഇവരൊക്കെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ എഴുന്നേറ്റ് വെക്കും. ബക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർ എഴുന്നേറ്റ് പോകും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു പള്ളിക്ക് അള്ളാഹിന്റെ ഭവനത്തിനുള്ളത് അള്ളാഹു തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് ഗർഭിണിയായിരിക്കുന്ന സമയത്താണ്. ഒരു ഉമ്മയുടെ സ്വഭാവം കുഞ്ഞിനുണ്ടാകും. ഒരു ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മൊബൈലിലും വാട്സപ്പിലുമാണ് കളിച്ചിട്ടുള്ളതെങ്കിൽ, ഒരു വയസ്സായി വാപ്പ പൊക്കി തോളി വെക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് പൊക്കിയിരിക്കും മൊബൈൽ. നിന്റെ കുഞ്ഞ് പറഞ്ഞു കൊടുക്കണ്ട. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ മക്കൾ നീ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്തിരിക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നീ ഗർഭിണിയാണെന്ന് അറിയുന്ന അതേ സമയം നിന്റെ കുഞ്ഞിന് കാണാനും കേൾക്കാനുമുള്ള കഴിവ് അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ അറിയുന്നത് വയറ്റിൽ കിടക്കണ കുഞ്ഞൊന്നും കാണുന്നില്ല എന്ന്. ആരാ പറഞ്ഞ കാണുന്നില്ല? ഒന്നും അറിയുന്നില്ല എന്ന് ആരാ പറഞ്ഞ? ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഞാനൊരു സംശയം ചോദിക്കാം. ഈ കുഞ്ഞുങ്ങളെ, കരയുന്ന കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ താരാട്ട് പാടും, ഇങ്ങനെ ആട്ടാറുണ്ട്. ആട്ടാന്നല്ല പറയാ. ഇങ്ങനെ കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് അങ്ങനെ ആക്കണ സമയത്ത് കുഞ്ഞ് കരച്ചിൽ നിർത്തും, ഉറങ്ങും. ഇങ്ങനെ ആട്ടിയാൽ കുഞ്ഞ് ഉറങ്ങുമെന്നുള്ള ഇൽമ എവിടെ നിന്നാ പഠിച്ചത്? നിങ്ങൾ മനസ്സിലാക്കി. എല്ലാവരും കുഞ്ഞിനെ എടുത്ത് കയ്യിൽ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ കുഞ്ഞിനെ ഇങ്ങനെ ആട്ടാൻ? ഇല്ല. കയ്യിലെടുത്ത് വെച്ച് ആട്ടിയാലുടനെ കുഞ്ഞ് കരച്ചിൽ നിർത്തും, ഉറങ്ങാറുണ്ട്. ഇതെവിടെ നിന്ന് കിട്ടിയ ഇൽമ? എന്റെ പെങ്ങളെ, നീ ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറയും വെള്ളം കുറവാ, ഇത്തിരി കൂടെ കുടിച്ചോളാം. എന്റെ പെങ്ങളെ, നിന്റെ വയറ്റിനകത്ത് നിന്റെ കുഞ്ഞ് നിന്റെ ഗർഭപാത്രത്തിൽ വെള്ളത്തിനകത്ത് കിടന്ന് ആടി പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും മറിഞ്ഞു കിടക്കുമ്പോഴും തിരിഞ്ഞു കിടക്കുമ്പോഴും ഈ കുഞ്ഞു വയറ്റിന്റെ അകത്ത് കിടന്ന് ഇങ്ങനെ ആടി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ നീ ഇങ്ങനെ ആട്ടുന്ന സമയത്ത് നിന്റെ കുഞ്ഞുറങ്ങുന്നത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനാ പറഞ്ഞത്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ. അല്ലാഹു കാണാനും കേൾക്കാനുമുള്ള കഴിവ് നിന്റെ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നീ സംസാരിക്കുമ്പോ, നീ ഭർത്താവിനോട് സംസാരിക്കുമ്പോ നീ ശ്രദ്ധിക്കണം, ഒരാളുകൂടെ വയറ്റിന്റെ ഉള്ളിലുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, മഹാനായ ഇമാമുനാ സാഫി റളിയല്ലാഹു തആല അൻഹു, ആറാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും ആറാമത്തെ വയസ്സിൽ കാണാതെ പഠിച്ചു. ആ ഖുർആനിന്റെ അർത്ഥവും പഠിച്ചു. 6 വയസ്സേ ആയുള്ളൂ. എങ്ങനെ പഠിച്ച മോളെ, നീ ഗർഭിണിയായിരുന്ന സമയത്ത് എത്ര ഖത്തം ഓതിയിട്ടുണ്ട്? അല്ലാഹുവിന്റെ ഖുർആൻ നീ ഒന്ന് കൈകൊണ്ടെങ്കിലും തൊട്ടു നോക്കിയിട്ടുണ്ടോ? അല്ലാഹുവേ, ശാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ എത്രയോ ഖത്തം ഓതി. തന്റെ കുഞ്ഞിന് ഒളിവില്ലാതെ ഒരിക്കൽ പോലും പാല് കൊടുത്തിട്ടില്ല. തന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ ഖുർആൻ ഓതുന്നത് കേട്ട് വളർന്ന മകനാട് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, അല്ലാഹുവേ, ഇന്ന് റൂമിനകത്തിരുന്ന് അടുക്കളയിൽ പോകണ്ട, ഒരു ജോലിയുമില്ലാതെ വരുമ്പോ മൊബൈൽ എടുത്തിട്ട് കുത്തുന്ന പെണ്ണ്, കൂട്ടുകാരോട് ചാറ്റ് ചെയ്യുന്ന പെണ്ണ്, പഴയ കാമുകന്മാരെ തെരഞ്ഞു നടക്കുന്ന പെണ്ണ്, 18 വയസ്സു പ്രായമായ നിന്റെ മോളും പോകും പെങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, അള്ളാനെ പേടിച്ച് ജീവിക്കുമോള്. നീ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? നിന്റെ മോളും നിസ്കരിക്കും. നീ ഖുർആൻ ഓതിയിട്ടുണ്ടോ? നിന്റെ മോളും ഖുർആൻ ഓതും. നീ അള്ളാനെ പേടിച്ച് ജീവിച്ചിട്ടുണ്ടോ? നിന്റെ കുഞ്ഞും അള്ളാനെ പേടിച്ച് ജീവിക്കും. പക്ഷേ ആ സമയത്ത് നീ പടച്ച റബ്ബിനെ മറന്നിട്ടുണ്ടോ? നീ ഫേസ്ബുക്കിലും വാട്സപ്പിലുമാണ് നിന്റെ ജീവിതം തെള്ളി നീക്കിയതെങ്കിൽ, നീ
ടിവിയുടെ മുന്നിലിരുന്നാണ് സമയം കളഞ്ഞതെങ്കില് നിന്റെ മക്കളും ടിവിയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോ നിന്റെ മക്കളും തലതിരിഞ്ഞു പോകുമ്പോ കരഞ്ഞിട്ട് കാര്യമില്ല, പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല, വിളിച്ചു കോപിയിട്ട് കാര്യമില്ല. നന്നാക്കാൻ തുടങ്ങേണ്ടത് അവിടെ നിന്നാ പൊന്നുമോള്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളുണ്ടല്ലോ അവരെല്ലാം പഠിക്കുന്നുണ്ട്. പഠിച്ചവനെ ഇന്നത്തെ യുവതലമുറയുണ്ടല്ലോ, 18 വയസ്സ് 19 വയസ്സ് ഇന്നലെയും ഒരു ചെറുപ്പക്കാർ, ഉസ്താദേ എന്റെ പെങ്ങള് 10ാം ക്ലാസ്സിലാ പഠിക്കുന്നത്, ഉസ്താദേ നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്താൻ കഴിയുന്നില്ല. ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ തിയേറ്ററിൽ നിന്ന് നാട്ടുകാരെ പിടിച്ചിരിക്കുകയാ. ഉസ്താദേ എന്റെ വാപ്പയുടെ ഒരു സൈഡ് മുഴുവനും തളർന്നു പോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ പൊട്ടിക്കരയുമ്പോ അവള് പറയുന്ന എനിക്ക് അവനെ തന്നെ മതി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണ് പറഞ്ഞെനിക്ക് അവളെ തന്നെ മതി. അവള് പറയുന്ന എനിക്ക് അവനെ തന്നെ മതി. പൊട്ടിക്കരയുന്ന മാതാപിതാക്കൾ